നമസ്കാരം. ഫിനാൻസ് ആക്ട് 2021 പ്രകാരം പ്രോവിഡന്റ് ഫണ്ടിന് കോൺട്രിബ്യൂഷൻ സമയത്തും പലിശ ഉണ്ടാകുമ്പോഴും തുക പിൻവലിക്കുന്ന സമയത്തും നീതിബാധ്യത ഉണ്ടാവുന്നു. ഇൻകം ടാക്സ് ചുമത്താവുന്ന പ്രോവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ഭാഗം എന്നിവ എങ്ങനെ കണക്കാക്കാമെന്നതിനെ പറ്റിയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രോവിഡന്റ് ഫണ്ട് ഒരു റിട്ടയർമെന്റ് സേവിങ്സ് പ്ലാനാണ്. ഇത് ജീവനക്കാരനും തൊഴിലുടമയും എല്ലാ മാസവും ഒരു നിശ്ചിത തുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. സമാഹരിച്ച തുകയും അതിൽ നിന്ന് ലഭിച്ച പലിശയും ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ജീവനക്കാരന് നൽകപ്പെടുന്നു. എന്നിരുന്നാലും ഒരു ജീവനക്കാരന് ചില സാഹചര്യങ്ങളിൽ തീർച്ചയായും ഒരു തുക വിരമിക്കുന്നതിന് മുൻപ് പിൻവലിക്കാൻ അനുവദിക്കുന്നു. വിവിധ തരത്തിലുള്ള പ്രോവിഡന്റ് ഫണ്ടുകൾ. ഒന്നാം, സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, SPF. പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1925 കീഴിലാണ് ഈ ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെന്റിലോ അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ലോക്കൽ അതോറിറ്റീസ്, സർവകലാശാലകൾ, അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, RPF. ഇത് ആദായ നിയമപ്രകാരം കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് അംഗീകരിച്ചിരിക്കുന്ന ഒരു പ്രോവിഡന്റ് ഫണ്ടാണ്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ആക്ട് 1952 ഇതിൽ ഉൾപ്പെടുന്നു. അത്തരം ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഫാക്ടറികൾ, സ്വകാര്യ മേഖലയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ മുതലായവയാണ്. മൂന്ന്, അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, URPF. ഇവ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന് അംഗീകാരമില്ലാത്ത ഫണ്ടുകളാണ്. പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇത്തരം ഫണ്ടുകളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, PPF. ഏതൊരു ഇന്ത്യൻ റെസിഡന്റിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നവയാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. EPF-ൽ നിന്ന് വ്യത്യസ്തമായി പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിൽ വ്യക്തികൾക്ക് മാത്രം സ്വമേധയാ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അതായത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ PPF-ൽ ഇല്ല. പ്രോവിഡന്റ് ഫണ്ടിന്റെ ടാക്സബിലിറ്റി. ഇൻകം ടാക്സ് ചുമത്താവുന്ന പ്രോവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് ഭാഗം എന്നിവ എങ്ങനെ കണക്കാക്കാം? നിയമാനുസൃതമായി കോൺട്രിബ്യൂഷൻസ് നൽകിയ പ്രോവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, അക്രൂഡ് ഇൻട്രസ്റ്റിനും വിഡ്രോവലിനും നികുതിയില്ല. ചില ജീവനക്കാർ വലിയ എമൗണ്ട് ഈ ഫണ്ടുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഉയർന്ന നിരക്കിലുള്ള പലിശ നികുതിയില്ലാതെ വാങ്ങുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ തടയാൻ ഫിനാൻസ് ആക്ട് 2021 സെക്ഷൻ 10(11), സെക്ഷൻ 10(12) മുതലായ ഭേദഗതി ചെയ്തു. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് എന്നിവയിൽ ഒരു വർഷ കാലയളവിൽ നൽകിയ കോൺട്രിബ്യൂഷൻ 2,50,000 രൂപയിലധികം വരുന്ന തുകയ്ക്കുള്ള പലിശ വരുമാനത്തിന് ഇൻകം ടാക്സ് എക്സംഷൻ ലഭ്യമല്ല. തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ ഇല്ല എങ്കിൽ പരിധി 2,00,000 രൂപയ്ക്ക് പകരം 5,00,000 രൂപയായി നിശ്ചയിച്ചിരിക്കുന്നു. അത്തരം പലിശ വരുമാനത്തിന് തുക നിർദ്ദിഷ്ട നിയമങ്ങൾ അനുസരിച്ച് കണക്കുകൂട്ടുന്നു. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, RPF കോൺട്രിബ്യൂഷൻസ് നികുതി ബാധ്യത. ബേസിക് സാലറി പ്ലസ് DA 12% is exempt from tax. In the following two situations, it is 12% കൂടുതലുള്ള കോൺട്രിബ്യൂഷൻ, 7,00,000 രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷൻ. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിനും സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിനും പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിനും ലഭ്യമാണ്. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന് ഈ ടാക്സ് എക്സംഷനോ 80C ഡിഡക്ഷനോ ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് അക്രൂഡ്, നികുതി ബാധ്യത. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് exempt but taxable in two situations. ഒന്ന്, നോട്ടിഫൈഡ് റേറ്റിൽ കൂടുതലുള്ള ഇൻട്രസ്റ്റ്. 2, തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ ജീവനക്കാരന്റെ 5,00,000 രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ്. തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ജീവനക്കാരന്റെ 2,00,000 രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട് exempt but taxable in two situations. ഒന്ന്, ജീവനക്കാരന്റെ 5,00,000 രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ്. തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ജീവനക്കാരന്റെ 2,00,000 രൂപയിൽ കൂടുതലുള്ള കോൺട്രിബ്യൂഷന്റെ ഇൻട്രസ്റ്റ്. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് നോട്ട് ടാക്സബിൾ അറ്റ് അക്രൂവൽ. PPF exempt from tax. PPF-ന്റെ കേസിൽ ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ടാവില്ല. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലാണെങ്കിൽ അക്രൂവൽ ബേസിൽ ഇൻട്രസ്റ്റിന് ടാക്സ് ഉണ്ടാവില്ല. വിഡ്രോവൽ ആഫ്റ്റർ 5 years, അതിന്റെ നികുതി ബാധ്യത നോക്കാം. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിനും ടാക്സ് ഉണ്ടാവില്ല. അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിന് ടാക്സ് വരുന്ന കേസുകളാണ്. 1, 2, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. 3, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. വിഡ്രോവൽ ബിഫോർ 5 years, അതിനുള്ള നികുതി ബാധ്യത.
recognized foreign fund. Total income is computed as if the fund is not recognized from the beginning. Statutory foreign fund exemption ഉണ്ട്. Unrecognized foreign fund, aggregate of the following is taxable: employers' contribution, interest on employers' contribution, interest on employees' contribution. ഇതിന് മൂന്നിനും ഇൻട്രസ്റ്റ് ടാക്സബിലിറ്റി ഉണ്ടാവും. ഇനി ഇതിന്റെ കമ്പ്യൂട്ടേഷൻ രീതിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നികുതി ചുമത്താവുന്ന പലിശ. സ്റ്റാറ്റ്യൂട്ടറി അഥവാ റെക്കഗ്നൈസ്ഡ് ഫോറിൻ ഫണ്ട് കോൺട്രിബ്യൂഷൻ മുൻപ് പറഞ്ഞ 2 ലക്ഷം രൂപയിലധികമോ അഥവാ 5 ലക്ഷം പലിശ കണക്കുകൂട്ടലിനായി CBDT റൂൾ 9D വിജ്ഞാനം ചെയ്തിട്ടുണ്ട്. 2021-22 വർഷം മുതൽ പ്രൊവിഡന്റ് ഫണ്ടിന് ടാക്സബിൾ ആൻഡ് നോൺ ടാക്സബിൾ കോൺട്രിബ്യൂഷൻ കണക്കാക്കാനായി സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. നികുതി ചുമത്താവുന്നതും നികുതി ഇല്ലാത്തതുമായ വ്യക്തി നൽകിയ കോൺട്രിബ്യൂഷൻ, നികുതി ചുമത്താവുന്ന പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ഭാഗത്തിന്റെ കണക്കൂട്ടൽ ഈ രീതിയിലാണ്. ഇനി പറയുന്നവയുടെ മൊത്തത്തിലുള്ളത്: 31/3/2021 അക്കൗണ്ടിലെ ബാലൻസ്, 2021-22 മുതലുള്ള ഒരു വ്യക്തിയുടെ നോൺ ടാക്സബിൾ കോൺട്രിബ്യൂഷൻ, ഇവയിൽ നിന്ന് സമാഹരിച്ച പലിശ, ഇതിൽ നിന്ന് പിൻവലിച്ച തുക കുറയ്ക്കുക. ബാലൻസ് അക്കൗണ്ടിലെ നികുതി ഇല്ലാത്ത കോൺട്രിബ്യൂഷൻ ആയിരിക്കും. നികുതി ഇല്ലാത്ത കോൺട്രിബ്യൂഷൻ ലഭിക്കുന്ന പലിശ നോൺ ടാക്സബിൾ ആണ്. സെക്ഷൻ 10(11) അല്ലെങ്കിൽ സെക്ഷൻ 10(12) പ്രകാരം നികുതി ഉണ്ടാവില്ല. നികുതി ചുമത്താവുന്ന പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ഭാഗത്തിന്റെ കണക്കൂട്ടൽ ഇനി പറയുന്ന രീതിയിലാണ്. താഴെ പറയുന്നവയുടെ മൊത്തത്തിൽ 2021-22 പരിധിക്ക് അധികമുള്ള എമൗണ്ട്, അതായത് 2 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന എമൗണ്ടിനുള്ള പലിശ, അതിൽ നിന്നും പിൻവലിച്ച തുക കുറയ്ക്കുന്നു. അതിന്റെ ബാലൻസ് ആണ് നികുതി ചുമത്താവുന്ന കോൺട്രിബ്യൂഷൻ. നികുതി ചുമത്താവുന്ന കോൺട്രിബ്യൂഷൻ ലഭിക്കുന്ന പലിശയ്ക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിൽ ടാക്സ് ചുമത്തപ്പെടും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. അനിൽ ഒരു സോഫ്റ്റ്വെയർ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒരു EPF അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് 6 ലക്ഷം രൂപയുമുണ്ട്. 1 ലക്ഷം രൂപ. ബ്രേക്കപ്പ് ഇതാണ്: ബേസിക് സാലറി മന്ത്ലി 2 ലക്ഷം രൂപ, സ്പെഷ്യൽ അലവൻസ് 24,200, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡന്റ് ഫണ്ട് 12% ഓഫ് ബേസിക് 24,000, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF 1,800, ടോട്ടൽ CTC 2.5 ലക്ഷം. ഒരു മാസമാണ്. ആനുവല് ചെയ്യുമ്പോൾ 30 ലക്ഷം രൂപ. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ആൻഡ് നോൺ ടാക്സബിൾ കോൺട്രിബ്യൂഷൻ ടു PF. ഇതൊരു ടേബിൾ ആയിട്ട് കാണിക്കാം. പർട്ടിക്കുലേഴ്സ്, നോൺ ടാക്സബിൾ കോൺട്രിബ്യൂഷൻ, ടാക്സബിൾ കോൺട്രിബ്യൂഷൻ. ഓപ്പണിംഗ് ബാലൻസ് 6 ലക്ഷം, നോൺ ടാക്സബിൾ പോർഷൻ ആണ് ആദ്യം പറയാൻ പോകുന്നത്. കോൺട്രിബ്യൂഷൻ ഡ്യൂറിംഗ് ദി ഇയർ അപ് ടു 2 ലക്ഷം. ഇവിടെ 2,87,000 രൂപ കൊടുത്തിട്ടുണ്ട്. 2,88,000 മൈനസ് 2,50,000 വരുന്നത് ടാക്സബിൾ കോൺട്രിബ്യൂഷനിലേക്ക് പോകും. 38,000 രൂപ ടാക്സബിൾ കോൺട്രിബ്യൂഷൻ കോളത്തിൽ വരും. ടോട്ടൽ ബാലൻസ് നോൺ ടാക്സബിളിൽ 8,50,000, ടാക്സബിൾ കോൺട്രിബ്യൂഷനിൽ 38,000 രൂപ. ഇൻട്രസ്റ്റ് സാധാരണയുള്ള 8.5% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നോൺ ടാക്സബിൾ പോർഷനിൽ 72,250 രൂപയും ടാക്സബിൾ കോൺട്രിബ്യൂഷൻ 3,230 രൂപയും ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഇൻകം ടാക്സബിൾ പോർഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ₹3,230. ടാക്സബിൾ കോൺട്രിബ്യൂഷനിലുള്ള ഇൻട്രസ്റ്റ് ഈസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. 5,000 രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വരുമെങ്കിൽ സെക്ഷൻ 194A പ്രകാരം. ഇതാണ് ഈ വർഷം PF-മായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ആക്ടിൽ വരുത്തിയ ഭേദഗതികൾ. നന്ദി.